കാസർഗോഡ് നിന്നുള്ള വാർത്തയാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ തള്ളിയ സംഭവത്തിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. പ്ലാന്റേഷൻ ഓഫീസിലും ഗോഡൌണിലുമാണ് പരിശോധന. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനുണ്ട് കാസർഗോഡ് നിന്നും. ജോസഫ്, എൻഡോസൾഫാൻ തള്ളിയ സംഭവത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംഘത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരള കർണാടക അതിർത്തിയോട് ചേർന്ന കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ നഞ്ചമ്പറമ്പിലാണ് അനധികൃതവും അശാസ്ത്രീയവുമായി എൻഡോസൾഫാൻ നിക്ഷേപം നടത്തിയത്. 2013 ജൂണിലാണ് ഉപയോഗിക്കാത്ത എൻഡോസൾഫാൻ കണ്ടെയ്നറുകൾ ഉപേക്ഷിച്ച കിണറ്റിൽ നിക്ഷേപിച്ചതായി അന്നത്തെ വെയർഹൌസിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വെളിപ്പെടുത്തിയത്. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മിഞ്ചി പദവിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ തളിക്കുന്നത് നിർത്തലാക്കിയിരുന്നു. സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് വൈകല്യങ്ങളും രോഗങ്ങളും വന്നത് ഈ പൊട്ടക്കിണറ്റിൽ നിക്ഷേപിച്ച എൻഡോസൾഫാൻ സമീപ പ്രദേശത്തെ ഭൂഗർഭ ജലത്തെ ായാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. അതായത് കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ എൻഡോസൾഫാൻ മറ്റ് ഭൂഗർഭ ജലാശയങ്ങളിലും മലിനമാക്കിയെന്ന് ആരോപിക്കുന്നു. മാത്രവുമല്ല, എൻഡോസൾഫാൻ തളിച്ചിട്ടില്ലാത്ത പ്രദേശത്ത് ഇത്തരം ജനിതക വൈകല്യവുമായി കുട്ടികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനമായും ഉന്നയിച്ച ചോദ്യങ്ങളിലൊന്ന്. ദക്ഷിണ കന്നഡ ജില്ലയിലെ എൻഡോസൾഫാൻ ഇരകളെ കണ്ടെത്തിയത് പിന്നീട് 36 സൾഫാൻ ഇരകളെ കണ്ടെത്തി അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. ഇതിനു ശേഷം ഇത് നിരോധിക്കുകയും ഈ നിക്ഷേപിക്കപ്പെട്ട മാലിന്യം പുറത്തെടുക്കണമെന്നുള്ള വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഹരിത ട്രൈബ്യൂണലിന് ലഭിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് എൻഡോസൾഫാൻ തള്ളിയ സംഭവത്തിൽ കേന്ദ്ര സംഘം പരിശോധന നടത്തുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ.